കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് പോലെ പഞ്ചാബിൽ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി MLAക്കെതിരായ ലൈംഗിക ആരോപണവും ഏറെ കോളിളക്കം സൃഷ്ടിക്കുന്നുണ്ട്. രാഹുലിനെതിരെ യുവതികളാരും പരാതി നൽകിയിട്ടില്ലെങ്കിലും പഞ്ചാബിലെ MLA ഹർമീത് പഠാൻ മച്രയ്ക്കെതിരെ 45-കാരിയായ സ്ത്രീ നേരിട്ട് പോലീസിൽ പരാതി നൽകി. ഇതോടെ AIP നേതാവിനെ പാർട്ടിയും സർക്കാരും കൈവിട്ടു. എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വലിയ നാടകീയ രംഗങ്ങളാണ് അവിടെ അരങ്ങേറിയത്. പീഡനക്കേസിൽ അറസ്റ്റിലായ MLA പോലീസിന് നേർക്ക് വെടിയുതിർത്ത് രക്ഷപ്പെട്ടു. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ MLAയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്ന് പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ായ വിവാഹമോചിതയാണ് ഹർമീദിനെതിരായ പരാതിക്കാരി. വിവാഹമോചിതനാണ് എന്ന് പറഞ്ഞ ഹർമീദുമായി 2013 മുതലാണ് ബന്ധം തുടങ്ങിയതെന്ന് പരാതിയിൽ പറയുന്നു. 2021 ലുധിയാനയിലെ ഗുരുദ്വാരയിൽ വെച്ച് ഇരുവരും വിവാഹിതരായി. 2022 സനൌറിൽ നിന്ന് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോഴാണ് ആദ്യ ഭാര്യയുടെ പേര് പുറത്തുവന്നത്. ആദ്യ ഭാര്യയെ ഉടൻ വിവാഹമോചനം ചെയ്യുമെന്ന് പറഞ്ഞ് ഇയാൾ ബന്ധം തുടർന്നു കൊണ്ടുപോവുകയായിരുന്നു. പിന്നീടാണ് യുവതി പരാതി നൽകിയത്. കർണാലിൽ വെച്ച് അറസ്റ്റ് ചെയ്ത ഹർമീദിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹവും കൂട്ടാളികളും ചേർന്ന് പോലീസുകാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. രണ്ടു വാഹനങ്ങളിലായി രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തെ ഒരു പോലീസുകാരൻ തടയാൻ ശ്രമിച്ചപ്പോൾ വാഹനം ഇടിപ്പിച്ച ശേഷം നിർത്താതെ പോയി. ഇതിലൊരു വാഹനത്തെ പോലീസ് പിന്തുടർന്ന് പിടികൂടി. മറ്റൊരു വാഹനത്തിലാണ് MLA രക്ഷപ്പെട്ടത്. ബലാത്സംഗം, വഞ്ചന, ഭീഷണിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങളാണ് ഹർമീദിനെതിരെ ചുമത്തിയിരിക്കുന്നത്. വിവാഹമോചിതനാണെന്ന് കള്ളം പറഞ്ഞ് ബന്ധം സ്ഥാപിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും അശ്ലീല ദൃശ്യം പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും FIR പറയുന്നു. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ഡെസ്ക്, News 18.